ഏത് മൂഡ്, ഓണ മൂഡ്, ഏത് മൂഡ്, എക്സാം മൂഡ്, ഏത് മൂഡ്, ക്വസ്റ്റ്യൻ മൂഡ് എന്നാ പിടിച്ചൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 2 പെട്ടി തന്നിട്ടുണ്ട്. ഈ 2 പെട്ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം, നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പെട്ടിയിൽ ഹിൻസ്, ഒരു കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് പോയിന്റ്സുകൾ. ഓക്കെ, രണ്ടാമത്തെ പെട്ടി ഡൈജസ്റ്റീവ് ജ്യൂസ് അല്ലെങ്കിൽ ദഹനരസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത് ഡൈജസ്റ്റീവ് ജ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത് ഡൈജസ്റ്റീവ് ജ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഏത് ഏത് ദഹനരസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഡൈജസ്റ്റീവ് ജ്യൂസ് എ ആൻഡ് ബി. എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ്. നമ്മൾ 3 ഐഡന്റിഫൈ ചെയ്യും, നമ്മൾ ലെവലല്ല, റിച്ച് ആളുകൾ. ഓക്കെ, നമ്മൾ 3 ഐഡന്റിഫൈ ചെയ്യാം, എയും ബിയും മാത്രമല്ല, എല്ലാം ചെയ്യാം. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ഫാറ്റ്സ് ഇൻടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റിനെ അല്ലെങ്കിൽ കൊഴുപ്പിനെ എന്ത് ചെയ്യുന്നു, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. പാർഷ്യലി അല്ല, കംപ്ലീറ്റ്ലി ആക്കി മാറ്റുന്നു. കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അതാരാണ് ആക്കി മാറ്റുന്നത്? കൊഴുപ്പിനെ പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. എന്താണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തെഴുതി കൊടുക്കും? പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് എഴുതി കൊടുക്കും. പൊട്ടത്തെറ്റ്. അത് ശരിയല്ലേ സാർ? ശരിയാണ്, പക്ഷെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നല്ല അവിടെ എഴുതേണ്ടത്, അതൊരു എൻസൈമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ് അല്ലെങ്കിൽ ദഹനരസമാണ്. അപ്പോൾ പാൻക്രിയാറ്റിക് ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാ, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഏത് ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഏത് ദഹനരസത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ അണ്ടറിൽ വരുന്ന പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് എന്ത് ചെയ്യുന്നത്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി കംപ്ലീറ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസ്. നേരെ മറിച്ച് നമ്മൾ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് എഴുതിയിരുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദഹനരസത്തിന് പകരം രാസാഗ്നികളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഡൈജസ്റ്റീവ് ജ്യൂസിന് പകരം എൻസൈമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് എഴുതിയിരുന്നു. പക്ഷെ ഇവിടെ ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ പാളും. ഓക്കെ, എന്നാൽ ഇനി രണ്ടാമത് നോക്കാം. ബ്രേക്ക് ഡൗൺ കാർബോഹൈഡ്രേറ്റ് ഇൻടു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്. കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗലക്ടോസും ആക്കി മാറ്റുന്നത് ആര്? കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ? ആണ്, ശരിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തെഴുതണം? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് എഴുതണം. എഴുതി കാർബോഹൈഡ്രേറ്റ്സ് എഴുതിയാൽ തെറ്റി. കാർബോഹൈഡ്രേറ്റ്സ് എൻസൈമാണ്. കാർബോഹൈഡ്രേറ്റ്സ് ഏത് ദഹനരസത്തിന്റെ അണ്ടറിലാണ് പെടുന്നത്, ഏത് ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ അണ്ടറിലാണ് പെടുന്നത്, അതാണ് എഴുതി കൊടുക്കേണ്ടത്. ഏടാ കാർബോഹൈഡ്രേറ്റ്സ് ഏത് ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ അണ്ടറിലാണ് പെടുന്നത്? പറയൂ, ബുദ്ധി വെച്ച് പറയൂ. കിട്ടി. അത് ഇൻഡസ്റ്റൈനൽ ജ്യൂസിന്റെ അണ്ടറിലാണ് പെടുന്നത്. എവിടെ പെടുന്നത്? ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ഓഫ് ഏതാ പേരില്ലേ? ഓരോരോ ജ്യൂസുകൾ. ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. അപ്പൊ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ എയും ബിയുമായി ഇനി വെറുതെ ചുമ്മാ ഒരു രസത്തിന്, ഒരു എന്റർടൈൻമെന്റിന് സിയും കൂടി എഴുതി വെക്കാം. ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ എഴുതി കൊടുക്കും. ഓക്കെ, കിടക്കട്ടെ, നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. എവിടെ? ഏത് ദഹനരസത്തിൽ, ഏത് ഡൈജസ്റ്റീവ് ജ്യൂസിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? എവിടെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത്? ആമാശയത്തിൽ. അപ്പൊ ആമാശയത്തിലുള്ള രസം ഏതാ? ആമാശയ രസം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ആമാശയ രസം. അപ്പൊ അത് കിട്ടി. സന്തോഷം. ഓക്കെ, ഇപ്പൊ നമ്മൾ എയും ബിയും സിയും ആൻസർ ചെയ്തു. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാ, വിത്ത് റെഫറൻസ് ടു പ്രോട്ടീൻ ഡൈജഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. റൈറ്റ് ദ എൻസൈം പ്രസന്റ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസ് ബി ആൻഡ് സി along with their functions. അതായത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ബിയിലും സിയിലുമുള്ള എൻസൈം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ബി എന്താണ് സാർ? ബി ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. അപ്പൊ ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എൻസൈം ഉണ്ടെങ്കിൽ അതിന് എഴുതി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സി ഏതാ? ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ആമാശയരസം. അതിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എൻസൈം ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണം. അത് മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ പ്രവർത്തനം, അതിന്റെ ഫങ്ഷൻസും കൂടി എഴുതി കൊടുക്കണം. എന്നാൽ നമുക്ക് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിജീവികൾ, നിങ്ങൾ വേറെ ലെവൽ. പിന്നെ നിങ്ങളെ തുരത്താൻ ആർക്കും കഴിയില്ല. യു ആർ ഗ്രേറ്റ്. ഓക്കെ, എന്നാ പിടിച്ചോ. അപ്പൊ ബിയില് വേറെ കളർ എടുക്കാം. ഓക്കെ, ബിയില് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എൻസൈംസ് ഉണ്ടോ? ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എൻസൈം ഉണ്ടോ? ഉണ്ട്. ആരാണ്?
പ്രോട്ടിയേസ്. ആരാണ്? പ്രോട്ടിയേസ്. പ്രോട്ടിയേസിന്റെ പണി എന്താന്ന് ചോദിച്ചാൽ പ്രോട്ടീനെ എന്താക്കി മാറ്റും? പ്രോട്ടീനെ അതിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആക്കി മാറ്റും. എന്താക്കി മാറ്റും? അമിനോ ആസിഡ് ആക്കി മാറ്റും. അപ്പൊ അതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഞാൻ അത് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാട്ടോ. നിങ്ങൾ അത് കറക്റ്റ് ഒരു വൃത്തിയിൽ എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് ഗ്യാസ്ട്രിക് ജ്യൂസ്, അതായത് സിയില് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എൻസൈംസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താ സി എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ആമാശയരസം. ആമാശയരസത്തിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എൻസൈം ഉണ്ടോ? ഉണ്ട്. ആരാണ്? ആമാശയത്തിലുള്ള പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എൻസൈം ഏതാ? പെപ്സിൻ. ആരാണ്? പെപ്സിൻ. ഓക്കെ. പെപ്സിന് പി ആണ്, പ്രോട്ടീന് പി ആണ്. അപ്പൊ നമ്മൾ എന്തെഴുതി കൊടുക്കണം? പെപ്സിൻ എന്തിനു സഹായിക്കുന്നു? പ്രോട്ടീന്റെ ഡൈജഷന് സഹായിക്കുന്നു. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. എങ്ങനെ? പാർഷ്യലി, നോട്ട് ദ പോയിന്റ്, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഭാഗികമായി ദഹിപ്പിക്കുന്നു, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ദഹിപ്പിക്കുന്നു എന്ന് എഴുതരുത്. ഇനി വെറും ദഹിപ്പിക്കുന്നു എന്ന് എഴുതിയാലും ചില പരമാർക്കേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? പെപ്സിൻ. പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? പെപ്സിൻ. പെപ്സിനിൽ പി ഉണ്ട്, പ്രോട്ടീനിൽ പി ഉണ്ട്, പാർഷ്യലിലും എന്തുണ്ട്? പി ഉണ്ട്. അപ്പൊ പി എന്ന് ആലോചിക്കാം. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ അത് കിട്ടി. ഇനി ലാസ്റ്റ് ചോദ്യം എടാ, സി എന്ന ദഹനരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം എഴുതുക. അപ്പൊ സി എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്, അതല്ലെങ്കിൽ എന്താണ്? ആമാശയരസമാണ്. ആമാശയരസത്തിൽ ആരുണ്ട്? HCl ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആമാശയത്തിൽ ഇപ്പോഴും ആരുണ്ട്? HCl ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതല്ല ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വരുന്ന ആംഗിൾ ഓഫ് പെർസ്പെക്റ്റീവ് നോക്കണം. ചോദ്യം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ തളരരുത്, പതറരുത്, തകരരുത്. പേമാരി പെയ്യും, കൊടുങ്കാറ്റാഞ്ഞു വീശും, പർവ്വതങ്ങൾ കിടുകിടാവിറക്കും, പക്ഷെ സൈലത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികൾ അടിപതറാതെ അചഞ്ചലമായി മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പൊ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ 2 ഫംഗ്ഷൻ ആണുള്ളത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏതെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ അവരെ കൊല്ലും. ഡിസ്ട്രോയ് ദ ജേംസ്, രോഗാണുക്കളെ നശിപ്പിക്കും. രണ്ടാമത്തേത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡ് ആണല്ലോ. അപ്പൊ അത് ആസിഡ് ആൽക്കലി ബാലൻസ്, അതായത് പി എച്ച് എന്ത് ചെയ്യും? കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ആസിഡ് ആൽക്കലി ബാലൻസ് ആണ് എന്ത്? പി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പി എച്ച് കൃത്യമായിട്ട് ക്രമീകരിക്കും. റെഗുലേറ്റ് പി എച്ച് അല്ലെങ്കിൽ പി എച്ച് ക്രമീകരിക്കുന്നു. അതാ പഠിച്ചോ. അതാണ് അതിന്റെ ഫംഗ്ഷൻ. റെഗുലേറ്റ് പി എച്ച് ക്രമീകരിക്കുന്നു. ആൻഡ് ഡിസ്ട്രോയ് ജേംസ്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ് ആമാശയത്തിന്റെ ഉള്ളിലുള്ള HCl ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വരണം. നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ടോപ്പായിട്ട് എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഓണം എക്സാം നമുക്ക് സൂപ്പറാക്കി മാറ്റണം. സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ സ്വന്തം അറക്കൽ.